സമരസപ്പെടലുകളില്ലാത്ത നിരന്തര പോരാട്ടത്തിൻ്റെ പേരാണ് VS അച്യുതാനന്ദൻ. അത് പാർട്ടിക്കകത്തായാലും പുറത്തായാലും. 980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പാർട്ടിയിലെ അവസാന വാക്ക്. എതിർശബ്ദങ്ങളെല്ലാം അക്കാലത്ത് VS വെട്ടിനിരത്തി. 92-ൽ കോഴിക്കോട് സമ്മേളനത്തിൽ 4ാം വട്ടവും സെക്രട്ടറിയാകാനുള്ള VSന്റെ നീക്കത്തിന് എതിർപക്ഷം തടയിട്ടു. അപ്രതീക്ഷിതമായി EK നായനാർ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു, ജയിച്ചു. 98-ലെ പാലക്കാട് സമ്മേളനം വരെ VSന്റെ വിശ്വസ്തനായിരുന്നു പിണറായി വിജയൻ. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറിയായി പിണറായിയെ നിർദ്ദേശിക്കുന്നത് VS ആണ്. പതിയെ പിണറായി VSുമായി അകന്നു. 2002-ലെ കണ്ണൂർ സമ്മേളനത്തോടെ VSും പിണറായിയും വിരുദ്ധ ചേരികളിലേക്ക് വിഘടിച്ചു മാറി. അതോടെ വിഭാഗീയത പാരമ്യതയിലെത്തി. 2 പക്ഷങ്ങൾ രൂപം കൊണ്ടു. 2005-ൽ മലപ്പുറം സമ്മേളനത്തോടെ പിണറായി പക്ഷം പാർട്ടിയിൽ ആധിപത്യമുറപ്പിച്ചു. കോട്ടയം, തിരുവനന്തപുരം സമ്മേളനങ്ങൾ പാർട്ടിയിലെ പിണറായി പക്ഷത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിച്ചു. VS പക്ഷത്തെ പ്രമുഖരിൽ പലരെയും മറുചേരി വെട്ടിവീഴ്ത്തി, ചിലരെയൊക്കെ മറുകണ്ഠം ചാടിച്ചു. എന്നിട്ടും പക്ഷേ VS നിശബ്ദനായില്ല. 2006-ൽ DICയെ ഇടതുമുന്നണിയിലെടുക്കാനുള്ള നീക്കത്തെ VS പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു. ഒടുവിൽ കേന്ദ്ര നേതൃത്വം VSനെ ശരിവെച്ചു. 2009-ൽ PDPയുമായുള്ള സഖ്യത്തോടും VSന്റെ നിലപാട് സമാനമായിരുന്നു. പിണറായിയുമായുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് പരസ്യപ്രസ്താവന നടത്തിയതിന് 2007 മെയ് 26-ന് VSനെ PBയിൽ നിന്ന് പുറത്താക്കി. താൽക്കാലിക നടപടി മാത്രമായിരുന്നു അത്. 2009 ജൂലൈ 12-ന് വീണ്ടും VSനെതിരെ നടപടിയുണ്ടായി. PBയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. 2015-ൽ ആലപ്പുഴയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന VSന്റെ ചിത്രം കേരളത്തിലെ CPM രാഷ്ട്രീയത്തിലെ മറക്കാനാവാത്ത ഓർമ്മയാണ്. ഇറങ്ങിപ്പോക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് VS നമ്മെ ഓർമ്മപ്പെടുത്തി. പുന്നപ്ര വയലാറിന്റെ സമരഭൂമിയിൽ നിന്ന് പാർട്ടി വിരുദ്ധ മനോഭാവമുള്ള ആളെന്ന മുദ്ര ചാർത്തപ്പെട്ടായിരുന്നു VSന്റെ മടക്കം. എന്നാൽ പ്രായം തളർത്താത്ത പോരാട്ട വീര്യത്തോടെ VS ആ ആരോപണത്തിനും മറുപടി നൽകി. കേരളത്തിൽ പാർട്ടിയിൽ സംഘടനാ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും പാർട്ടി സഖാക്കൾക്കെതിരായി ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളും നടപടികളും സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ പൊതുപ്രവർത്തകർക്കെതിരായി ഫാസിസ്റ്റ് മോഡലിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണ സഹിതമാണ് ഞാനതെല്ലാം സംസാരിച്ചിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. മരങ്ങൾക്കെന്ന പോലെ മനുഷ്യർക്കും ഇല പൊഴിയുന്ന ഒരു കാലമുണ്ട്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ വികാര വിചാരങ്ങളിലൊന്നും ഒരു നിത്യഹരിത സാന്നിധ്യമായി VS ഉണ്ടാകുമെന്ന് ഉറപ്പ്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.